ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന LGS മാരത്തോൺ ഡേ 2024 100 ഡേയ്സ് ചലഞ്ച് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ LGSന്റെ ഓൺലൈൻ ക്ലാസിന്റെ പേര്. സുഹൃത്തുക്കൾ എല്ലാവരും ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തോളണേ, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത സുഹൃത്തുക്കളെ ഒന്ന് ജോയിൻ ചെയ്യുക. ഇവിടെ പറയാത്ത കുറച്ച് വർക്കൗട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും സുസ്വാഗതം നമ്മുടെ ഏറ്റവും പുതിയ LGS മാരത്തോൺ 2024ലേക്ക്. ഇനി നമുക്ക് നോക്കാനുള്ളത് 2024 LGSന്റെ സ്റ്റഡി പ്ലാൻ ആണ്. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂർ പഠിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂർ എന്ത് ചെയ്യണം? നമ്മുടെ LGS പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മുടെ മുമ്പിൽ ഏകദേശം 100 ദിവസമുണ്ട്. ഈ 100 ദിവസം കൊണ്ട് സുഖമായിട്ട് നമുക്ക് 2024 LGS ക്ലിയർ കട്ട് ചെയ്യാൻ പറ്റും. എല്ലാ ആഴ്ചയും സൺഡേസിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു 25 മാർക്കിന്റെ മോക്ക് ടെസ്റ്റ്. അത് നമ്മൾ തിങ്കൾ മുതൽ ശനി വരെ പഠിച്ചിട്ടുള്ള മുഴുവൻ പോയിന്റ്സും ചേർത്തുകൊണ്ട് ഒരു മോക്ക് ടെസ്റ്റ് കൂടെ നമ്മൾ കണ്ടക്ട് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവരും LGS റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരിക്കും, ഉറപ്പാണ്. അപ്പൊ നമുക്ക് സമയം കളയണ്ട. ഇന്ന് എന്താണ് പഠിക്കാനുള്ളത്? സുഹൃത്തുക്കളെ, നമ്മൾ നോക്കുന്നത് കേരള PSC 100 തവണയിൽ കൂടുതൽ ആവർത്തിച്ച മുൻവർഷ ചോദ്യങ്ങളുടെ പാർട്ട് 4 ആണ്. ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ, കേരള PSC 100 തവണയിൽ കൂടുതൽ ആവർത്തിച്ച മുൻവർഷ ചോദ്യങ്ങളുടെ 4ാം ഭാഗമാണ്. ഇന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ആന്ധ്ര സംസ്ഥാന രൂപീകരണത്തിന് നിരാഹാര സമരം നടത്തി മരണം വരിച്ച നേതാവ് പോറ്റി ശ്രീരാമലു. ആന്ധ്ര സംസ്ഥാന രൂപീകരണത്തിന് നിരാഹാര സമരം നടത്തി മരണം വരിച്ച നേതാവ് പോറ്റി ശ്രീരാമലു. ചായയിലും കാപ്പിയിലും അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം കഫീനാണ്. ചായയിലും കാപ്പിയിലും അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം കഫീനാണ്. ഇലകൾക്ക് പച്ചനിറം നൽകുന്ന വർണ്ണവസ്തു ക്ലോറോഫിൽ അഥവാ ഹരിതകമാണ്. ഇലകൾക്ക് പച്ചനിറം നൽകുന്ന വർണ്ണവസ്തു ക്ലോറോഫിൽ അഥവാ ഹരിതകമാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നിങ്ങനെ അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നിങ്ങനെ അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവാണ്. പന്നിയൂർ ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുരുമുളകുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പന്നിയൂർ ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുരുമുളകുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ആന്ധ്ര സംസ്ഥാന രൂപീകരണത്തിന് നിരാഹാര സമരം നടത്തി മരണം വരിച്ച നേതാവ് പോറ്റി ശ്രീരാമലു. ചായയിലും കാപ്പിയിലും അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം കഫീനാണ്. ഇലകൾക്ക് പച്ചനിറം നൽകുന്ന വർണ്ണവസ്തു ക്ലോറോഫിൽ അഥവാ ഹരിതകമാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നിങ്ങനെ അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവാണ്. പന്നിയൂർ ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുരുമുളകുമായി. രാത്രികാലങ്ങളിൽ ഇലകൾ പുറത്തുവിടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. രാത്രികാലങ്ങളിൽ ഇലകൾ പുറത്തുവിടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. പ്രസിദ്ധമായ കൊണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷയാണ്. പ്രസിദ്ധമായ കൊണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷയാണ്. ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ബ്രഹ്മപുത്ര. ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ബ്രഹ്മപുത്ര. ഗാന്ധിജിക്ക് മഹാത്മാ എന്ന ബഹുമതി ചാർത്തിക്കൊടുത്ത വ്യക്തിത്വം രവീന്ദ്രനാഥ ടാഗോർ. ഗാന്ധിജിക്ക് മഹാത്മാ എന്ന ബഹുമതി ചാർത്തിക്കൊടുത്ത വ്യക്തിത്വം രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം 1950 ജനുവരി 26. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, രാത്രികാലങ്ങളിൽ ഇലകൾ പുറത്തുവിടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. പ്രസിദ്ധമായ കൊണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷ. ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ബ്രഹ്മപുത്ര. ഗാന്ധിജിക്ക് മഹാത്മാ എന്ന ബഹുമതി ചാർത്തിക്കൊടുത്ത വ്യക്തിത്വം രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം 1950 ജനുവരി 26. ഭില ഇരുമ്പുരുക്കുശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ്. ഭില ഇരുമ്പുരുക്കുശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ്. ദൃശ്യപ്രകാശത്തിലെ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ നിറം എന്നറിയപ്പെടുന്നത് ചുവപ്പാണ്. ദൃശ്യപ്രകാശത്തിലെ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ നിറം ചുവപ്പാണ്. അഗ്നിസാക്ഷി നോവൽ എഴുതിയ വ്യക്തിത്വം ലളിതാംബിക അന്തർജനം. അഗ്നിസാക്ഷി എന്ന നോവൽ എഴുതിയ വ്യക്തിത്വം ലളിതാംബിക അന്തർജനം. 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബ്. 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബ് ആണ്. അർജുന അവാർഡ് ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കായിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അർജുന അവാർഡ് ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ കായിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക.
ഭില ഇരുമ്പുരുക്കുശാല സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഛത്തീസ്ഗഡ്. ദൃശ്യപ്രകാശത്തിലെ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ നിറം ചുവപ്പ്. അഗ്നിസാക്ഷി നോവൽ എഴുതിയ വ്യക്തിത്വം ലളിതാംബിക അന്തർജനം. 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബ്. അർജുന അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കായിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പഠിക്കുക. ഇന്ത്യയിലെ ആദ്യ ബഹിരാകാശ യാത്രികൻ രാകേഷ് ശർമ്മ. ഇന്ത്യയിലെ ആദ്യ ബഹിരാകാശ യാത്രികൻ രാകേഷ് ശർമ്മ. മനുഷ്യഹൃദയത്തിലെ രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഹൃദയമാണ്. മനുഷ്യശരീരത്തിലെ രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം ഹൃദയമാണ്. ചിക്കൻ ഗുനിയ രോഗം പരത്തുന്ന കൊതുകുകളാണ് ഈഡിസ് ഈജിപ്തി കൊതുകുകൾ. ചിക്കൻ ഗുനിയ രോഗം പരത്തുന്ന കൊതുകുകളാണ് ഈഡിസ് ഈജിപ്തി കൊതുകുകൾ. കേരളത്തിൽ റബ്ബർ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല കോട്ടയം ജില്ല. കേരളത്തിലെ റബ്ബർ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല കോട്ടയം ജില്ല. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കപ്പെട്ട വർഷം 2008. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കപ്പെട്ട വർഷം 2008. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ആദ്യ ബഹിരാകാശ യാത്രികൻ എന്നറിയപ്പെടുന്നത് രാകേഷ് ശർമ്മ. മനുഷ്യശരീരത്തിലെ രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഹൃദയമാണ്. ചിക്കൻ ഗുനിയ രോഗം പരത്തുന്ന കൊതുകുകൾ ഈഡിസ് ഈജിപ്തി. കേരളത്തിൽ റബ്ബർ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല കോട്ടയം ജില്ല. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കപ്പെട്ട വർഷം 2008. ഭക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി സത്ലജ് നദി. ഭക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി സത്ലജ് നദി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയിലെ ആദ്യ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഭൂദാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ വിനോബ ഭാവെയാണ്. ഭൂദാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ വിനോബ ഭാവെയാണ്. ഏത് സംസ്ഥാനത്തിന്റെ നൃത്തരൂപമാണ് ഭരതനാട്യം? തമിഴ്നാടിന്റെ. ഏത് സംസ്ഥാനത്തിന്റെ നൃത്തരൂപമാണ് ഭരതനാട്യം? തമിഴ്നാടിന്റെ. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഭക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി സത്ലജ് നദി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നറിയപ്പെടുന്നത് മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഭൂദാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആചാര്യ വിനോബ ഭാവെയാണ്. ഏതു സംസ്ഥാനത്തിന്റെ നൃത്തരൂപമാണ് ഭരതനാട്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തമിഴ്നാട് സംസ്ഥാനത്തിന്റെ. പഠിക്കുക. ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ഫൈബർ ഒപ്റ്റിക്സ് കേബിളിൽ നടക്കുന്ന പ്രകാശ പ്രതിഭാസം പൂർണ്ണാന്തര പ്രതിഫലനം. ഫൈബർ ഒപ്റ്റിക്സ് കേബിളിൽ നടക്കുന്ന പ്രകാശ പ്രതിഭാസം എന്താണ്? പൂർണ്ണാന്തര പ്രതിഫലനമാണ്. ഭൂകമ്പത്തിന്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം റിക്ടർ സ്കെയിൽ. ഭൂകമ്പത്തിന്റെ തീവ്രത അളക്കുന്ന ഉപകരണം ഏതാണ്? റിക്ടർ സ്കെയിൽ ആണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ആഹാര ശൃംഖലയിലെ അവസാന കണ്ണി വിഘാടകർ. ആഹാര ശൃംഖലയിലെ അവസാന കണ്ണി വിഘാടകനാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. ഫൈബർ ഒപ്റ്റിക്സ് കേബിളിൽ നടക്കുന്ന പ്രകാശ പ്രതിഭാസം പൂർണ്ണാന്തര പ്രതിഫലനം. ഭൂകമ്പത്തിന്റെ തീവ്രത അളക്കുന്ന ഉപകരണം റിക്ടർ സ്കെയിൽ. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത് ആനമുടി. ആഹാര ശൃംഖലയിലെ അവസാന കണ്ണി വിഘാടകർ. പഠിക്കുക. പവറിന്റെ യൂണിറ്റ് വാട്ടാണ്. പവറിന്റെ യൂണിറ്റ് വാട്ടാണ്. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം ജില്ലയിൽ. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം ജില്ലയിൽ. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട പ്രദേശം മീററ്റ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട പ്രദേശം മീററ്റ് ആണ്. മനുഷ്യശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം വൃക്കയാണ്. മനുഷ്യശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം വൃക്കയാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണാണ്. പവറിന്റെ യൂണിറ്റ് വാട്ട്. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം ജില്ല. ഒന്നാം സ്വാതന്ത്ര്യ സമരം പുറപ്പെട്ട പ്രദേശം മീററ്റ്. മനുഷ്യശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം വൃക്കയാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ്. പഠിക്കുക. ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് കാർഷിക മേഖല. ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് കാർഷിക മേഖല. മലയാളത്തിലെ ആദ്യത്തെ നോവൽ കുന്തലത. മലയാളത്തിലെ ആദ്യത്തെ നോവൽ കുന്തലതയാണ്. സെറികൾച്ചർ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പട്ടുനൂൽ കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സെറികൾച്ചർ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പട്ടുനൂൽ കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് കാർഷിക മേഖല. മലയാളത്തിലെ ആദ്യത്തെ നോവൽ കുന്തലത. സെറികൾച്ചർ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പട്ടുനൂൽ കൃഷിയുമായിട്ട്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ.
ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. പഠിക്കുക. മൈക്രോബയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ലൂയി പാസ്റ്റർ. മൈക്രോബയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ലൂയി പാസ്റ്റർ ആണ്. ഭാവിയുടെ ലോകം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയം. ഭാവിയുടെ ലോകം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയം. വനസ്പതിയുടെ നിർമ്മാണത്തിൽ സസ്യ എണ്ണയുടെ കടത്തിവിടുന്ന വാതകം ഹൈഡ്രജൻ ആണ്. വനസ്പതിയുടെ നിർമ്മാണത്തിലെ സസ്യ എണ്ണയിലൂടെ കടത്തിവിടുന്ന വാതകം ഹൈഡ്രജൻ ആണ്. രവീന്ദ്രനാഥ ടാഗോറിനെ ഗുരുദേവൻ എന്ന് അഭിസംബോധന ചെയ്ത വ്യക്തിത്വം ഗാന്ധിജിയാണ്. പഠിച്ചോളനെ. രവീന്ദ്രനാഥ ടാഗോറിനെ ഗുരുദേവൻ എന്ന് അഭിസംബോധന ചെയ്ത വ്യക്തിത്വം ഗാന്ധിജിയാണ്. കാഞ്ചൻഗംഗ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം സിക്കിമാണ്. കാഞ്ചൻഗംഗ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം സിക്കിമാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. മൈക്രോബയോളജിയുടെ പിതാവ് ലൂയി പാസ്റ്റർ. ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയം. വനസ്പതിയുടെ നിർമ്മാണത്തിന് സസ്യ എണ്ണയിലൂടെ കടത്തിവിടുന്ന വാതകം ഹൈഡ്രജൻ. രവീന്ദ്രനാഥ ടാഗോറിനെ ഗുരുദേവൻ എന്ന് അഭിസംബോധന ചെയ്ത വ്യക്തിത്വം ഗാന്ധിജിയാണ്. കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? സിക്കിമാണ്. ദേശീയ പതാകയിലെ അരക്കാലുകളുടെ എണ്ണം 24. ദേശീയ പതാകയിലെ അരക്കാലുകളുടെ എണ്ണം 24. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വൈസ്രോയി ഡൽഹൌസി. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വൈസ്രോയി ഡൽഹൌസിയാണ്. ബംഗാൾ വിഭജനം നിലവിൽ വന്ന വർഷം 1905. ബംഗാൾ വിഭജനം നിലവിൽ വന്ന വർഷം 1905 ആണ്. തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വയാണ്. തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വയാണ്. പ്രതിരോധത്തിന്റെ യൂണിറ്റ് ഓം ആണ്. റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധത്തിന്റെ യൂണിറ്റ് എന്താണ്? ഓം ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ദേശീയ പതാകയിലെ അരക്കാലുകളുടെ എണ്ണം 24. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വൈസ്രോയി ഡൽഹൌസി. ബംഗാൾ വിഭജനം നിലവിൽ വന്ന വർഷം 1905. തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വയാണ്. പ്രതിരോധത്തിന്റെ അല്ലെങ്കിൽ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്. കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം അങ്കമാലി. കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം അങ്കമാലി. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. കോശം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ റോബർട്ട് ഹുക്കാണ്. കോശം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ റോബർട്ട് ഹുക്കാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയ വ്യക്തിത്വം ജവഹർലാൽ നെഹ്റു ആണ്. ഫിലമെന്റ് ലാമ്പിൽ നിറയ്ക്കുന്ന വാതകം ആർഗൺ ആണ്. ഫിലമെന്റ് ലാമ്പിൽ നിറയ്ക്കുന്ന വാതകം ആർഗൺ ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം അങ്കമാലി. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. കോശം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ റോബർട്ട് ഹുക്കാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. ഫിലമെന്റ് ലാമ്പിൽ നിറയ്ക്കുന്ന വാതകം ആർഗൺ ആണ്. പഠിക്കുക. പ്രാഥമിക നിറങ്ങൾ കൂടിച്ചേർന്നാൽ ഉണ്ടാകുന്ന വർണ്ണം വെളുപ്പാണ്. പ്രാഥമിക നിറങ്ങൾ കൂടിച്ചേർന്നാൽ ഉണ്ടാകുന്ന വർണ്ണം വെളുപ്പാണ്. വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ലോഹം പ്ലാറ്റിനം. വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ലോഹം പ്ലാറ്റിനമാണ്. ജലത്തിൽ ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്ന താപനില 4 ഡിഗ്രി സെൽഷ്യസിലാണ്. പഠിച്ചോളനെ. ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്ന താപനില എത്രയാണ്? 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. കേരള സിംഹം എന്നറിയപ്പെടുന്ന ഭരണാധികാരി പഴശ്ശിരാജ. കേരള സിംഹം എന്നറിയപ്പെടുന്ന ഭരണാധികാരി പഴശ്ശിരാജയാണ്. കേരള വാഗ്മീവി എന്നറിയപ്പെടുന്ന കവി വള്ളത്തോൾ നാരായണ മേനോൻ. കേരള വാഗ്മീവി എന്നറിയപ്പെടുന്ന കവി വള്ളത്തോൾ നാരായണ മേനോനാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. പ്രാഥമിക നിറങ്ങൾ കൂടിച്ചേർന്നാൽ ഉണ്ടാകുന്ന വർണ്ണം വെളുപ്പ്. വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ലോഹം പ്ലാറ്റിനം. ജലത്തിൽ ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്ന താപനില 4 ഡിഗ്രി സെൽഷ്യസിലാണ്. കേരള സിംഹം എന്നറിയപ്പെടുന്ന ഭരണാധികാരി പഴശ്ശിരാജ. കേരള വാൽമീകി എന്നറിയപ്പെടുന്ന കവി വള്ളത്തോൾ നാരായണ മേനോനാണ്. പഠിക്കുക. അതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശൂർ ജില്ല. അതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശൂർ ജില്ല. ഊർജത്തിന്റെ കറൻസി എന്നറിയപ്പെടുന്നത് ATPകളാണ്. ഊർജത്തിന്റെ കറൻസി എന്നറിയപ്പെടുന്നത് ATPകളാണ്. തമിഴ് വ്യാകരണം എന്നറിയപ്പെടുന്ന പുസ്തകം തൊൽക്കാപ്പിയം. തമിഴ് വ്യാകരണം എന്നറിയപ്പെടുന്ന പുസ്തകം തൊൽക്കാപ്പിയമാണ്. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ നദി. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ നദി. ബംഗ്ലാദേശിൽ പത്മ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഗംഗാ നദി. ബംഗ്ലാദേശിൽ പത്മ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? ഗംഗാ നദിയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. അതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശൂർ ജില്ല. ഊർജത്തിന്റെ കറൻസി എന്നറിയപ്പെടുന്നത് ATP. തമിഴ് വ്യാകരണം എന്നറിയപ്പെടുന്ന പുസ്തകം തൊൽക്കാപ്പിയം. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ നദി. ബംഗ്ലാദേശിൽ പത്മ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഗംഗാ നദി. പഠിക്കുക. ശബ്ദ തരംഗത്തെ വൈദ്യുത തരംഗമാക്കി മാറ്റുന്ന ഉപകരണം മൈക്രോഫോൺ. ശബ്ദ തരംഗത്തെ വൈദ്യുത തരംഗമാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ്? മൈക്രോഫോൺ ആണ്. മദ്യപാനത്തിന്റെ ദൂഷ്യം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അവയവം കരളാണ്. മദ്യപാനത്തിന്റെ ദൂഷ്യം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അവയവം കരൾ. കേരളത്തിൽ കുടുംബശ്രീ ആരംഭിച്ച വർഷം 1998. കേരളത്തിലെ കുടുംബശ്രീ ആരംഭിച്ച വർഷം 1998. മനുഷ്യരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം കാൽസ്യം. മനുഷ്യരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം കാൽസ്യമാണ്.
ടൈഫോയിഡ് രോഗം ബാധിക്കുന്ന ശരീരഭാഗം കുടലാണ്. ടൈഫോയിഡ് രോഗം ബാധിക്കുന്ന ശരീരഭാഗം കുടലാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശബ്ദ തരംഗത്തെ വൈദ്യുത തരംഗമാക്കി മാറ്റുന്ന ഉപകരണം മൈക്രോഫോൺ. മദ്യപാനത്തിന്റെ ദൂഷ്യഫലം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അവയവം കരളാണ്. കേരളത്തിൽ കുടുംബശ്രീ ആരംഭിച്ച വർഷം 1998. മനുഷ്യരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം കാൽസ്യമാണ്. ടൈഫോയിഡ് രോഗം ബാധിക്കുന്ന ശരീരഭാഗം കുടലാണ്. പഠിക്കുക. കേരളത്തിലെ കായലുകളുടെ എണ്ണം 34. കേരളത്തിലെ കായലുകളുടെ എണ്ണം 34. കേരളത്തിന്റെ കടൽ തീരത്തിന്റെ നീളം 580 കിലോമീറ്റർ. കേരളത്തിന്റെ കടൽ തീരത്തിന്റെ നീളം 580 കിലോമീറ്റർ. നബാർഡ് രൂപീകരിക്കപ്പെട്ട വർഷം 1982. നബാർഡ് രൂപീകരിക്കപ്പെട്ട വർഷം 1982. കേരളത്തിലെ കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആനക്കയം. കേരളത്തിലെ കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആനക്കയം. ബോൾഗാട്ടി പാലസ് നിർമ്മിച്ചത് ഡച്ചുകാർ. ബോൾഗാട്ടി പാലസ് നിർമ്മിച്ചത് ആരാണ്? ഡച്ചുകാരാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, കേരളത്തിലെ കായലുകളുടെ എണ്ണം 34. കേരളത്തിന്റെ കടൽ തീരത്തിന്റെ നീളം 580 കിലോമീറ്റർ. നബാർഡ് രൂപീകരിക്കപ്പെട്ട വർഷം 1982. കേരളത്തിലെ കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആനക്കയം. ബോൾഗാട്ടി പാലസ് നിർമ്മിച്ചത് ഡച്ചുകാരാണ്. പഠിക്കുക. ഇന്ത്യയിൽ ക്ലാസിക്കൽ പദവി ലഭിച്ച ആദ്യ ഭാഷ തമിഴ്. ഇന്ത്യയിൽ ക്ലാസിക്കൽ പദവി ലഭിച്ച ആദ്യ ഭാഷ ഏതാണ്? തമിഴാണ്. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം പെരിയാർ. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. വിനോദസഞ്ചാരം വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ക്ലാസിക്കൽ പദവി ലഭിച്ച ആദ്യ ഭാഷ തമിഴ്. ഇന്ത്യയിൽ ക്ലാസിക്കൽ പദവി ലഭിച്ച ആദ്യ ഭാഷ തമിഴാണ്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാറാണ്. കൊല്ലവർഷം ആരംഭിച്ചത് AD 825. കൊല്ലവർഷം ആരംഭിച്ചത് AD 825. ഗാന്ധിജി INCയുടെ പ്രസിഡന്റായ ആദ്യ സമ്മേളനം ബെൽഗാം സമ്മേളനം. ഗാന്ധിജി INCയുടെ പ്രസിഡന്റായ ആദ്യ സമ്മേളനം ബെൽഗാം സമ്മേളനം. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഇന്ത്യയിൽ ക്ലാസിക്കൽ പദവി ലഭിച്ച ആദ്യത്തെ ഭാഷ തമിഴ്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ. വിനോദസഞ്ചാരം വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം കേരളം. കൊല്ലവർഷം ആരംഭിച്ചത് AD 825. ഗാന്ധിജി INCയുടെ പ്രസിഡന്റായ ആദ്യ സമ്മേളനം ബെൽഗാം സമ്മേളനം. പഠിക്കുക. ബാലവേല ഉപയോഗിക്കാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്രയാണ് റെഗ്മാർക്ക്. ബാലവേല ഉപയോഗിക്കാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്ര റെഗ്മാർക്ക്. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ ദാദാഭായ് നവറോജി. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ ദാദാഭായ് നവറോജി. കളിമണ്ണിന്റെ രാസനാമം അലൂമിനിയം സിലിക്കേറ്റ്. കളിമണ്ണിന്റെ രാസനാമം അലൂമിനിയം സിലിക്കേറ്റ്. ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിക്കപ്പെട്ടത് ഗംഗാ ഡോൾഫിൻ. ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിക്കപ്പെട്ടത് ഗംഗാ ഡോൾഫിൻ. കേരളത്തിന്റെ ദേശീയ പുഷ്പം കണിക്കൊന്ന. കേരളത്തിന്റെ ദേശീയ പുഷ്പം കണിക്കൊന്ന. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ബാലവേല ഉപയോഗിക്കാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്ര റെഗ്മാർക്ക്. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ ദാദാഭായ് നവറോജി. കളിമണ്ണിന്റെ രാസനാമം അലൂമിനിയം സിലിക്കേറ്റ്. ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിക്കപ്പെട്ടത് ഗംഗാ ഡോൾഫിൻ. കേരളത്തിന്റെ ദേശീയ പുഷ്പം കണിക്കൊന്ന. പഠിക്കുക. പടയണി എന്ന കലാരൂപം ഏതു ജില്ലയിലാണ് രൂപം കൊണ്ടത്? ഉത്തരം പത്തനംതിട്ട ജില്ല. പടയണി എന്ന കലാരൂപം ഏതു ജില്ലയിലാണ് രൂപം കൊണ്ടതെന്ന് ചോദിച്ചാൽ പത്തനംതിട്ട ജില്ല. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി. ഇന്ത്യൻ പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഇന്ത്യൻ പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമല. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമല. ഓർമ്മ, വിവേചനം, ബുദ്ധി തുടങ്ങിയവയുടെ ഇരിപ്പിടമായി അറിയപ്പെടുന്ന തലച്ചോറിന്റെ ഭാഗം സെറിബ്രമാണ്. ഓർമ്മ, വിവേചനം, ബുദ്ധി തുടങ്ങിയവയുടെ ഇരിപ്പിടമായി അറിയപ്പെടുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാ സുഹൃത്തുക്കളെ? സെറിബ്രമാണ്. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക. പടയണി എന്ന കലാരൂപം ഏതു ജില്ലയിലാണ് രൂപം കൊണ്ടത്? പത്തനംതിട്ട ജില്ല. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി. ഇന്ത്യൻ പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമല. ഓർമ്മ, വിവേചനം, ബുദ്ധി തുടങ്ങിയവയുടെ ഇരിപ്പിടമായി അറിയപ്പെടുന്ന തലച്ചോറിന്റെ ഭാഗം സെറിബ്രമാണ്. പഠിക്കുക. ഇന്ത്യയുടെ വൈദ്യുത ഉൽപാദനത്തിന്റെ ഭൂരിഭാഗവും ഏത് വിഭാഗത്തിൽ നിന്നാണ് ഉത്പാദിപ്പിക്കുന്നത് ചോദിച്ചാൽ താപവൈദ്യുതിയിൽ നിന്നും. ഇന്ത്യയുടെ വൈദ്യുത ഉൽപാദനത്തിന്റെ ഭൂരിഭാഗവും ഏത് വിഭാഗത്തിൽ നിന്നാണ് ഉത്പാദിപ്പിക്കുന്നത് ചോദിച്ചാൽ അത് താപവൈദ്യുതിയിൽ നിന്നും. ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് സമ്പ്രദായം അറിയപ്പെടുന്ന പേരാണ് കേവല ഭൂരിപക്ഷം. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് സമ്പ്രദായം അറിയപ്പെടുന്ന പേരാണ് കേവല ഭൂരിപക്ഷം. സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഏക അലോഹം ബ്രോമിനാണ്. സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഏക അലോഹം ബ്രോമിനാണ്. ജന്തുകോശം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ തിയോഡർ ഷ്വാൻ ആണ്. ജന്തുകോശം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ തിയോഡർ ഷ്വാൻ ആണ്. കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന പ്രദേശം റാണിപുരമാണ്. കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? റാണിപുരമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഇന്ത്യയുടെ വൈദ്യുത ഉൽപാദനത്തിന്റെ ഭൂരിഭാഗവും ഏത് വിഭാഗത്തിൽ നിന്നാണ് ഉത്പാദിപ്പിക്കുന്നത് ചോദിച്ചാൽ താപവൈദ്യുതിയിൽ നിന്നും. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം അറിയപ്പെടുന്ന പേര് കേവല ഭൂരിപക്ഷം. സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഏക അലോക മൂലകം എന്നറിയപ്പെടുന്നത് ബ്രോമിനാണ്. ജന്തുകോശം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ തിയോഡർ ഷ്വാൻ ആണ്.
കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന പ്രദേശം റാണിപുരമാണ്. പഠിക്കുക. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. ചുവന്ന രക്താണുവിന്റെ ആയുസ് 120 ദിവസം. ചുവന്ന രക്താണുവിന്റെ ആയുസ് 120 ദിവസം. റഷ്യൻ പാർലമെന്റ് അറിയപ്പെടുന്ന പേര് ഡ്യൂമ. റഷ്യൻ പാർലമെന്റ് അറിയപ്പെടുന്ന പേരെന്താണ്? ഡ്യൂമ എന്നാണ്. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടൻ. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടൻ. വൈറ്റമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ്. വൈറ്റമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ. ചുവന്ന രക്താണുവിന്റെ ആയുസ് 120 ദിവസം. റഷ്യൻ പാർലമെന്റ് അറിയപ്പെടുന്ന പേര് ഡ്യൂമ. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടൻ. വൈറ്റമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ് എന്നാണ്. പഠിക്കുക. ഇത്രയുമായിരുന്നു നമ്മുടെ കേരള PSC 100 തവണയിൽ കൂടുതൽ ആവർത്തിച്ച മുൻവർഷ ചോദ്യങ്ങളുടെ പാർട്ട് 4ൽ പഠിച്ചത്. സുഹൃത്തുക്കളെല്ലാം ഈ പോയിന്റ് വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങളൊരു ക്വസ്റ്റ്യൻ തെറ്റിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ പിന്നിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് 2-3 തവണ ആവർത്തിച്ച് ഈ ഭാഗങ്ങൾ പഠിക്കുവാൻ ശ്രമിക്കുക. ഇത്ര നേരം ഈ വീഡിയോയുടെ സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങൾ എത്തുന്നതാണ്. സുഹൃത്തുക്കളെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.